ബേബി, എടാ ബേബി, ബേബി, നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയല്ലേ? കണ്ടോ, നീ റാഗ് ചെയ്ത പയ്യൻ ചാകാറായി ആശുപത്രി കിടക്കുന്നത്. എന്താണ് ഇന്നലെ നീ ഇത് പറയാറുന്നത്? പറഞ്ഞിട്ടെന്ത് പ്രയോജനം? അങ്ങനെ പറ്റിപ്പോയി. നിന്നെ കൊണ്ട് തോറ്റല്ലോടാ. ഇതൊരു ഗുലുമാലാകുമല്ലോ. ബേബിയെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട് വന്നതാ. അവിടെ ഇക്കൊല്ലം ചേർന്ന ഒരു പയ്യനെ റാഗിംഗ് എന്നും പറഞ്ഞ് ഉപദ്രവിച്ചെന്ന്. ആ ചെറുക്കൻ ആശുപത്രിയില്ല. ദേ പത്രത്തിൽ വന്നിട്ടുണ്ട്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. അവിടെ വരെ എത്തിയോ? ബേബി, നീ എന്റെ മാനം കെടുത്താൻ വേണ്ടി ഉണ്ടാകാടാ കഴിവേറി. എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. ഇന്നലെ അറിഞ്ഞിരുന്ന എന്തായാലും ചെയ്യാറുന്നല്ലോ. വിവരം കെട്ടവൻ. എന്താ? എന്തു പറ്റി? അവനോട് തന്നെ ചോദിക്ക്, അല്ലാതെ ഇത് വായിച്ചു നോക്ക്. എന്താ മോനെ? എന്താ മോളെ? ബേബിച്ചനെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന്. പോലീസുകാർ അന്വേഷിച്ച് വരാതിരിക്കില്ല. വന്നാ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. ഇതെങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയണമല്ലോ. തിരുവനന്തപുരത്ത് വിളിച്ച് മന്ത്രി വേലപ്പൻ നായരോടൊന്ന് പറഞ്ഞാലോ? വീട്ടിൽ വിളിച്ചാൽ മതി. അങ്ങനെയല്ലേ ഭാര്യയോട് പറയാം. അതിനൊക്കെ കാര്യമുണ്ടോ? അച്ഛൻ വിചാരിക്കുന്ന പോലല്ല, കാര്യം സീരിയസാ. ആ കോശി അറിഞ്ഞടാ, അവനോടുണ്ട്. ഇന്നലെ വന്നതാ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. നാശം പിടിച്ചവൻ. ആ വരുവോ? ശരി, കോശി ഇങ്ങോട്ട് വരാമെന്ന്. നീ തിരുവനന്തപുരം ഒന്ന് ബുക്ക് ചെയ്തേ. ഹലോ, ഇത് 37 ട്രങ്ക്, തിരുവനന്തപുരം 64735. വഴിയിലൊക്കെ സംസാരമാ. പത്രത്തിൽ വന്നതല്ലേ, പോലീസ് വരും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെ ഓരോരുത്തർ പറയണേ. ആ ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. 2-3 ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തുന്ന നല്ലത്. ഒന്ന് തണുക്കുന്നത് വരെ. അതിന് അവനും കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ആരറിയാനാ? ആ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി ജീപ്പിൽ കയറി ഇങ്ങോട്ട് വരുന്നത് എല്ലാവരും കണ്ടതല്ലേ. ആ അത് നേരെ. കാറിൽ കയറ്റി തൊടുപുഴയുള്ള നമ്മുടെ തോട്ടത്തിലേക്ക് മാറ്റുന്നതാ നല്ലത്. കോശിയായിരിക്കും. പരിചയമില്ലാത്തൊരു ജീപ്പ്. പോലീസുകാരാണെന്ന് തോന്നുന്നു. നീ ഇവിടെ ഇരിക്കണ്ട, വാ വാരാ വരാൻ. എന്താ സണ്ണി? അവിടെ ആരാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവനവിടെ ഇരുത്തണ്ട, വാ. നീ അവിടെ പോയിരിക്കും. ഇവൻ അവിടെ കൊണ്ട് ഇരുത്തിക്ക്. ചിലരാ വാ, ഞാൻ പിടിച്ചോണ്ട് പോടാ. വാ ഇവിടെ ഞാൻ നടന്നോളാം. എവിടുന്നാ? PP മാത്യൂസ്. ഞാൻ തന്നെയാ. എന്റെ പേര് രാമകൃഷ്ണൻ. ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഇരിക്കാം. ഇതാരാ? എന്റെ കാര്യസ്ഥനാ. നിങ്ങൾ വന്ന കാര്യം പറ. വന്ന കാര്യം ഞാൻ പറയാതെ അറിയില്ലെന്നാണോ? ഇത് എന്റെ മോനാ. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ബേബി മാത്യു എന്ന നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ? എന്റെ കയ്യിൽ വാറണ്ട് ഉണ്ട്. അതിന് അവനും ഇവിടെ വന്നില്ലല്ലോ. ഞാൻ പോലീസുകാരനാ. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നത്. അല്ല മാത്തുട്ടിച്ച, ഇവിടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, നമുക്ക് പോയി ജാമ്യത്തിലെടുക്കാമല്ലോ. അതെ, കേറി നോക്കിക്കോ. ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഒളിപ്പിച്ചതാ. ഈ കേസ് വളരെ സീരിയസ് ആണെന്ന് ഞാൻ വാൺ ചെയ്യുന്നു. എവിടെ ഒളിപ്പിച്ചാലും പുറത്തു കൊണ്ടുവരേണ്ടി വരും. ക്രിമിനൽ കേസാ, അറ്റംപ്റ്റഡ് മർഡർ. ആ പയ്യൻ ഇതേവരെ ബോധം വീണിട്ടില്ല. ചത്താൽ കുറ്റം കൊലപാതകമാവും. എന്താ ചായ? ബേബി അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു വന്നതാ. പിന്നെ പാലക്കുന്നെ വീട്ടിൽ കയറി വന്ന് ഇവിടുന്ന് ഒരുത്തനെ അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ? സാറ് വന്ന വഴിക്ക് അങ്ങ് പോ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങളാരാ? അയ്യോ, ഇവിടുത്തെ മൂത്ത കുഞ്ഞാ. പാലക്കുന്നേക്കാരി ഈ നാട്ടിൽ ആരാണെന്നും തിരക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു. അനുവാദം ചോദിച്ചിട്ടേ പോലീസുകാർ ഇതിനകത്ത് കയറത്തുള്ളൂ, അറിയാമോ? ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഞാനങ്ങ് പോകത്തില്ല. പിന്നെ തനിക്കെന്താ തല്ല വേണ്ടത്? എങ്കിൽ അത് തന്നെ നടക്കട്ടെ. കോശി, കോശി ഞാൻ അവിടെ നിർന്നേ. ചെല്ല് അങ്ങോട്ടേക്ക്.
അല്ല ഞങ്ങളിപ്പോ എന്ത് വേണമെന്നാ പറയുന്നത്? പ്രതിയെ വിട്ടുവരണം. പ്രതിയോ? എന്താണ് പ്രതി? നീ ഉണ്ടാടാ, അവനിവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഞാൻ 4 മണി വരെ സമയം തരാം. ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്ക്. സാർ എവിടെയാ ക്യാമ്പ്? ആ, അല്ല, ബേബിച്ചമെന്ന അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാലോ എന്ന് വിചാരിച്ചു വെച്ചതാ. ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ട്. എന്റെ മൂത്ത മോൻ അല്പം ചൂടനാ, ഒന്നും വിചാരിക്കരുത്. ബേബിച്ചം വന്നാലും ഇല്ലെങ്കിലും മാത്തുക്കുട്ടി മുതലാളി ഉച്ചയ്ക്ക് മുമ്പ് ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് പോ. നിങ്ങൾ രണ്ടുപേരും മാത്രമായി ഇരുന്ന് ആലോചിച്ച എന്തെങ്കിലും ഒരു പോംവഴി കാണും. ഞാനങ്ങ് വരാം. ഓരോ മാരണങ്ങള് എന്നെ നശിപ്പിക്കാനുണ്ടാകാം എന്റെ അവസാനത്തെ സന്തതി. എന്തുകൊണ്ടോടോ പിള്ളേ? ഇപ്പോ ഒരു 25,000 കരുതിക്കോ. സംഭവം തീരണമെങ്കിൽ 1 ലക്ഷമെങ്കിലും ആവും. പിന്നെ ആ ചെറുക്കൻ ചത്താൽ അത് അപ്പോഴേ പറയാൻ പറ്റൂ. വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാൻ. എന്താ ഗോസ്റ്റായ ഷീല ചേച്ചി വരാഞ്ഞത്? അവള് മോനെ സ്കൂളിലേക്കും തിരക്കില്ല. ഞാൻ പെട്ടെന്ന് ഇറങ്ങിയതല്ലേ. എന്തോ റാഗിങ് ആടാ നീ ചെയ്തത്. ആളെ തല്ലിച്ചതച്ചാണോ റാഗ് ചെയ്യുന്നത്? ആ മിണ്ടുന്നുണ്ടോ നോക്കി, അവന്റെ പോക്ക് കണ്ടില്ലേ? ബേബി നില്ലടാ അവിടെ. നീ എന്തിനാണ് അവനെ ഇങ്ങനെ അങ്ങ് ഉപദ്രവിച്ചത്? എന്നെ തല്ലിയ പിന്നെ ഞാൻ ചുമ്മാ കൊടുക്കണം. ഓ, അതിന് ചുമ്മാ പറയുക. നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല. നടന്ന കാര്യം നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ, കേൾക്കാൻ രസമായിരിക്കുമല്ലോ. ഓശി, ഞാൻ ആ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ പോവാ. നീ തിരിച്ചു പോകുമ്പോ ഇവനെ അവിടെ കൊണ്ടുപോയിക്കോ. 3-4 ദിവസം അവിടെ നിൽക്കട്ടെ. ഞാൻ പോകുന്നില്ല. ഞാനാ പറയുന്നത് കേട്ടാ മതി. നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവനാ. നിനക്ക് വേണ്ടി കാശ് എത്രയാണ് മുടക്കുന്നത്? 1 ലക്ഷം രൂപ കൊടുത്ത അഡ്മിഷൻ വാങ്ങിയത് 2 കൊല്ലം പഠിച്ചോണ്ട് 2.5 ലക്ഷമായി. അതിനോട് ഇതും കാശുണ്ടായിട്ടില്ലേ? കാശുണ്ട്, വെറുതെ കളയാനോടാ. ഒരുപാടുണ്ടല്ലോ, കുറെ പോട്ടെ. കുരുത്തങ്കട്ടനെ പോലീസോടെ പറഞ്ഞുകൊണ്ടായിരുന്നു. അവന്മാരെ 4 തൊഴിലിട്ടിരുന്ന ഞാൻ പഠിച്ചേനെ. പിന്നെന്താ വിടായിരുന്നത്? പിടിച്ചൊളിച്ചു വെച്ചില്ലേ? എന്നെ ആരും രക്ഷിക്കണ്ട. ഞാൻ പോയി പിടി കൊടുത്തോളാം പോലീസിന്. ഇവൻ എന്തോ പറ്റി? ഞാൻ പോയി കണ്ടോളാം അവരെ. ഇല്ലടാ അവിടെ. വിടാൻ എന്നെ ആരും രക്ഷിക്കണ്ട. പറയുന്നു അങ്ങോട്ട് കേക്ക്. ഇവനെന്താ ഭ്രാന്തോ? വിടടാ അവനെ, സണ്ണി. അമ്മ മാറി നിൽക്ക്. എന്താ കർത്താവേ. ആരാ അത്? അവിടെ ഞാനോണ്ട് പൂട്ടിയിട്. എന്താ അവിടെ മാത്തുവേ? എന്താ എല്ലാവരും എവിടെ പോയി? അച്ചാമ്മേ, എന്താപ്പാ? മാത്തു ആണോ? ആ, ആരാ ഇവിടെ? എന്താ ശബ്ദം? ഒന്നുമില്ല. അപ്പം കിടന്നോ? ഒന്നുമില്ലേ? പിന്നെന്താ? ഒന്നുമില്ലെന്ന്. ഉണ്ണോണേ, എനിക്കൊന്ന് പുറത്തു പോണം. നീ ഇവിടെ വാ. എനിക്കുള്ളത് വീതിച്ചെങ്കിൽ തന്നിരുന്നെങ്കിൽ ഞാൻ വിറ്റിട്ട് കോട്ടയത്തോ തിരുവനന്തപുരത്തോ പോയി വേറെ വല്ല ബിസിനസ്സും തുടങ്ങിയത്. ഈ കാടും റബ്ബറും ഒന്നും എനിക്ക് പറ്റുന്നില്ല കോച്ചായ. അതച്ചാൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല സണ്ണി. ഞാൻ ചത്തു കഴിഞ്ഞ് എന്റെ മക്കൾ എന്തും ചെയ്തോട്ടെ എന്നല്ലേ അങ്ങനെ എപ്പോഴും പറയുന്നത്. ഓ, അച്ചായനി എന്തിയാകാനാ? അച്ചായന്റെ അച്ചായൻ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. നേരാ, പാലക്കുന്നേക്കാർക്ക് ഭയങ്കര ആയുസ. പക്ഷെ നമ്മളൊന്നും ഇത്രയും ജീവിക്കത്തില്ലടാ. ഇതല്ലേ ഡെയിലി അകത്തേക്ക് ചെല്ലുന്നത്. 50 തേച്ചാ ഭാഗ്യം. അധികം വേണ്ടെന്ന് പറയണേ കോസ്റ്റായ. ഈയിടെയായി കുറെ കൂടുതലാ. എവള് വെറുതെ പറയുക. അതിപ്പോ ഞാൻ പറഞ്ഞവൻ കേൾക്കൂ. ഞാനും ഒരു കുടിയനല്ലേ. എന്നാലും നീ ഈ പകലുള്ള കുടി നിർത്തണം. ഞാനങ്ങനെ പകല് കഴിക്കാറേ ഇല്ല. ഇന്നിപ്പോ ബേബിയുടെ പ്രോബ്ലം ഒക്കെ കൊണ്ടൊരു ടെൻഷൻ, അതുകൊണ്ടാണ് 2 പേർക്ക് കഴിച്ചത്. ഞാൻ പകല് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ വല്ല ജോലിയും വേണ്ടേ? അച്ചായൻ പറയുമ്പോ വല്ലപ്പോഴും ഒരിക്കൽ തോട്ടത്തിൽ പോകണം. അല്ലാതെ പണിയാ എനിക്ക്. അതുകൊണ്ടല്ലേ സിറ്റിയിലെങ്ങാനും പോയി വല്ല ബിസിനസ്സും ചെയ്യാമെന്ന് പറയുന്നത്. എനിക്കും അതാ ഇഷ്ടം. അപ്പൊ നീ ഒരു സപ്പോർട്ടാ? അവളല്ലേ എനിക്ക് ഈ ഐഡിയ തന്നത്. എനിക്ക് ഈ പട്ടിക്കാട് മടുത്തു. ഒന്ന് സംസാരിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. നീ പട്ടണത്തിൽ വളർന്നതല്ലേ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അച്ചായ സമ്മതിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ സണ്ണി, ബിസിനസ് ചെയ്യാൻ എന്തിനാടാ പട്ടണത്തിൽ പോകുന്നത്? ഇവിടെ തന്നെ എന്തെല്ലാം ബിസിനസ് ഉണ്ട്. നീ എന്നെ കണ്ട് പഠിക്ക്. ആ ബിസിനസ് ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. കള്ളത്തരവട്ടും കഞ്ചാവ് വിഷയമൊന്നും എനിക്ക് പറ്റില്ല. അത് കോശാനും കൊണ്ടേ പറ്റൂ. കുറച്ച് റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ. കാശ് എത്രയാ പോരുമെന്ന് അറിയാമോ? അച്ചായൻ കുഴപ്പമൊന്നുമില്ല. അവൻ എന്ത് പറയുന്ന ചായ? തിരിച്ചു പൊക്കോളാന്ന് പറഞ്ഞു. ആൾ ഒളിവില്ല, കിട്ടിയില്ല എന്ന് അവിടെ ചെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. പക്ഷെ കേസിന്റെ കാര്യത്തേക്ക് ഒന്നും ചെയ്യാൻ നോക്കില്ല. അതിനി ഞാൻ തിരുവനന്തപുരത്ത് പോകണം. അവിടെ ചെന്ന് മിനിസ്റ്ററെ ഐജിയോ കാണണം. നാളെ തന്നെ പോകേണ്ടി വരും. ആ പയ്യന്റെ ന്യൂസ് വല്ലതും കിട്ടിയോ? പയ്യൻ ജാഗത്തില്ലെന്ന് അയാൾ പറയുന്നത്. അത് അപ്പോഴേ എനിക്ക് തോന്നിയതാ. ചാകുമെന്ന് മറ്റും പത്രക്കാർ വെറുതെ കാച്ചുന്നതാ. പത്രക്കാരായി കുഴപ്പമില്ല ഉണ്ടാക്കുന്നത്. അത് പിന്നെ അവർക്കൊരു ഇര കിട്ടിയതല്ലേ. കേസ് തണുത്താലും ഇവനെ ഇനി ഉടനെ കോളേജിലേക്ക് വേണ്ടെന്ന് അയാൾ പറയുന്നത്. പയ്യന് സ്വന്തക്കാർ വല്ല കുഴപ്പമുണ്ടാക്കാം. പിന്നെ മറ്റു പിള്ളേരെല്ലാം കൂടി ഇതിന്റെ പേര് വല്ല സമരം ഉണ്ടാക്കി കാര്യം പിന്നെയും കുത്തിപ്പോയിക്കൊണ്ടുവരും. അത് നേരെ സൂക്ഷിക്കണം. ഇവനെ എന്തിനാ നീ പഠിപ്പിക്കുന്നേ? അച്ഛന് വേറെ ജോലിയില്ല. പഠിക്കാൻ കൊള്ളുമെങ്കിൽ വേണ്ടില്ല.
ആ ഇപ്പൊ എനിക്കും അങ്ങനെയാ തോന്നുന്നത്. അവനെ വിളിച്ചേ. ആ പിന്നെ ആ പ്ലാമൂട്ടിലെ കൊച്ചേട്ടൻ ഫോൺ ചെയ്തിരുന്നു. ആ. ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞു. തുക കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇല്ല, ഒരു വില പറഞ്ഞാൽ ആ സ്ഥലം അങ്ങ് എഴുതി തന്നേക്കാമെന്ന് പറയുന്നു. അയാൾ കടം വാങ്ങിയിട്ടുള്ളത് കഴിച്ച് ബാക്കി വല്ലതുണ്ടെങ്കിൽ കൊടുത്താൽ മതിയെന്ന്. അയാളാകെ പാപ്പരായ മട്ട വർത്താനം കയറിട്ട്. ആ എന്നാ നോക്കാം. ആധാരം നമ്മുടെ ഉണ്ടല്ലോ. താനാ കണക്കല്ല ഒന്ന് നോക്കിയേ. കുറെ കാലം ആയതല്ലേ. പലിശയ്ക്ക് പലിശയും കൂട്ടിക്കോ. എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു. ആ നീ ഇവിടെ വന്നിരിക്കും. ബേബി നീ വിഷമിക്കണ്ടടാ. അച്ചായൻ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നീ ഇനി ആ കോളേജിലേക്ക് പോകണ്ട. പഠിത്തം മതിയാക്കിയത്. അതോ നിനക്ക് പഠിക്കണോ? എനിക്ക് പഠിക്കണ്ട. അവന് സന്തോഷമായി. ഞാൻ പറയുന്നത് അവന് ഏതെങ്കിലും ഒരു എസ്റ്റേറ്റിന്റെ ചുമതല ഏൽപ്പിക്കും. ഞങ്ങൾക്ക് അത്രയും ജോലി പറയുമല്ലോ. അവൻ അതിനുള്ള പ്രായമായോ? വയസ്സ് 22 ആകാൻ പോകുന്നു. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഒരു കല്യാണം കൂടെ കഴിപ്പിച്ച ചിലപ്പോ അവന്റെ ഈ സ്വഭാവത്തിന് മാറ്റം വരും. അതൊന്നും ഇപ്പൊ വേണ്ട പോയിച്ച. ഹലോ, അതെ മാതക്കുട്ടിയാ. ആ കൊടുക്ക. ഈശോമിശേഖ സ്തുതിയായിരിക്കട്ടെ. ഇല്ല ഒന്നുമില്ല. പിള്ളേരുടെ കാര്യമല്ലേ, അതൊക്കെ വെറുതെയാ. എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ആ വിടാം. അവനെ അച്ചാമ്മ കൂടെ വിടാം. എല്ലാരും ഉണ്ട്. അപ്പന് വിശേഷമൊന്നുമില്ല. ദൈവകാരുണ്യം കൊണ്ട് അങ്ങനെ പോകുന്നു. ശരി. അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്ത് പറ്റി കുഞ്ഞെ നിനക്ക്? അച്ചാമ്മേ, വിഷമിക്കാതെ. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഒരു സമാധാനമില്ല. സമാധാനമില്ലെങ്കിൽ അത് മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാ. നീ കരയാതെ. മോനെ, ഞാൻ നിന്നോട് ഇപ്പോൾ സംസാരിക്കുന്നത് മെത്രാനായിട്ടല്ല. നീ എന്റെ അനന്തരവനാണ്. എന്റെ സഹോദരി എന്റെ മുന്നിലിരുന്ന് കരയുമ്പോ മറ്റേതൊരു സഹോദരനെയും പോലെ എനിക്കും സങ്കടമുണ്ടാകുമെന്ന് നിനക്കറിയാമോ? എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഇവർ നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. നിന്റെ അമ്മയും അപ്പനും നീ മൂലം ദുഃഖിക്കാൻ ഇടവരരുത്. നിനക്ക് അവരോട് സ്നേഹമില്ലേ? ഇല്ല. അച്ചാമ്മേ, കുറച്ചു നേരം അവിടെ പോയിരിക്കൂ. മോനെ, നിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്താണെന്ന് എന്നോട് തുറന്നു പറയൂ. നീ എന്തുകൊണ്ടാ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്? അവിടെ ആർക്കും ആരോടും സ്നേഹമില്ല. എനിക്കും ആരോടും സ്നേഹമില്ല. എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? അത് ഞാനെങ്ങനെ പറയാനാ? അങ്ങനാ തോന്നുന്നത്. ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അതും എനിക്കറിയാൻ വയ്യ. നീ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. നിന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാം കൂടുതലാ. ശരിയാ, ഒന്നും അമിതമാവാൻ പാടില്ല.
കുഞ്ഞെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും നീ സ്വയം വിചാരിച്ചാലേ നേർവഴിയിൽ പോകുവാൻ സാധിക്കൂ. സർവശക്തനായ ദൈവം നിന്നെ കൈവിടാതിരിക്കട്ടെ. അച്ചാമ്മേ, എവിടെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. കുട്ടികൾ വളർന്നാൽ പോരാ, അവരെ വളർത്തിയെടുക്കണം. അച്ചാമ്മ ഇപ്പൊ പൊയ്ക്കോളൂ. ദൈവം എല്ലാറ്റിനും ഒരു പോംവഴി കാണിച്ചു തരും.